ഓം ശാന്തി 15/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾ ആത്മാക്കളോട് ആത്മീയ സംഭാഷണം നടത്തുന്നു. നിങ്ങൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നത് 21 ജന്മങ്ങളിലേക്ക് തൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യുന്നതിനാണ്. നിങ്ങളുടെ ലൈഫ് ഇൻഷുറായി നിങ്ങൾ അമരരായി തീരുന്നു. നാം എത്ര തന്നെ ശരീരബോധത്തിലായിരുന്നാലും ബാബ എപ്പോഴും നമ്മൾ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ബാബ എപ്പോഴും ആത്മീയ സംഭാഷണമാണ് നടത്തുന്നത്. ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് ബാബ നമ്മളോട് സംസാരിക്കുന്നത്. ബാബ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ കുട്ടികൾ ബാബയുടെ അടുത്ത് വരുന്നത് വരാൻ പോകുന്ന 21 ജന്മങ്ങളിലേക്ക് നമ്മൾ ലൈഫ് ഇൻഷുർ ചെയ്യുന്നതിനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ബാബയ്ക്ക് കൊടുത്ത് അത് പൂർണ്ണമായും ഇൻഷുർ ചെയ്യുകയാണ്. ഇപ്പോൾ ബാബയ്ക്ക് കൊടുത്തിട്ട് ഭാവിയിൽ അതിൻ്റെ 10 മടങ്ങ് ഫലം എടുക്കുകയാണ്. ആരാണോ ബാബയ്ക്ക് തൻ്റെ ജീവിതം ഇൻഷുർ ചെയ്യുന്നത് അവർ അമരരായി തീരുന്നു. അതായത് അമരപുരിയിൽ അവർക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ തീർച്ചയായും ശരീരം മാറ്റുന്നുണ്ട്, എന്നാൽ മരണത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല. ഒരു വസ്ത്രം മാറ്റി അടുത്ത വസ്ത്രം എടുക്കുന്ന ലാഘവത്തോടെ അവിടെ ശരീരം മാറുന്നു. ചോദ്യം: മനുഷ്യർ തൻ്റെ ജീവിതം ഇൻഷുർ ചെയ്യുന്നു, നിങ്ങൾ കുട്ടികളും ചെയ്യുന്നു. രണ്ടിലും വ്യത്യാസം എന്താണ്? ഉത്തരം: മനുഷ്യർ തൻ്റെ ജീവിതം ഇൻഷുർ ചെയ്യുന്നു. മരിച്ചുപോയാൽ പരിവാരങ്ങൾക്ക് പൈസ ലഭിക്കണം എന്ന് ഉദ്ദേശിച്ച്. നിങ്ങൾ കുട്ടികൾ ഇൻഷുർ ചെയ്യുന്നു, 21 ജന്മത്തേക്ക് നമ്മൾ മരിക്കുകയേ ഇല്ല, അമരരായി തീരണം എന്ന്. സത്യുഗത്തിൽ ഒരു ഇൻഷുർ കമ്പനികളും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ തൻ്റെ ജീവിതം ഇൻഷുർ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഈ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. ലോകത്തിൽ ധാരാളം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അവിടെ മനുഷ്യർ തൻ്റെ ഒരു ജന്മം ഇൻഷുർ ചെയ്യുന്നു. ഓരോ മാസവും പൈസ അടയ്ക്കുന്നു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അതായത് മരിക്കുകയാണെങ്കിൽ, അവരുടെ കുടുംബത്തിന് ധനം ലഭിക്കുന്നു കമ്പനിയിൽ നിന്ന്. ബാബ ഈ സംഗമയുഗത്തിൽ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് നടത്തുന്നത്. ബാബയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് ബാബയുടെ യജ്ഞം. ഈ യജ്ഞത്തിൽ നാം എത്രത്തോളം സേവനം ചെയ്യുന്നുവോ, എത്രത്തോളം ബാബയ്ക്ക് നമ്മുടെ ജീവിതം നൽകുന്നുവോ, അത്രത്തോളം നമ്മൾ ഇൻഷുർ ആവുകയാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, എത്രയാണോ കൊടുക്കുന്നത്, എത്ര ശുദ്ധതയോടെയാണോ ഹൃദയപൂർവ്വമാണോ കൊടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾക്ക് വരാൻ പോകുന്ന മുഴുവൻ കൽപ്പത്തിലും, പ്രത്യേകിച്ച് 21 ജന്മത്തേക്ക് മടക്ക് ലഭിക്കുന്നു, റിട്ടേൺസ് ലഭിക്കുന്നു. ഒരു പ്രത്യേക കാര്യമുള്ളത്, നമ്മൾ അമരരായി തീരുന്നു. നമ്മൾക്ക് മരണത്തിൻ്റെ വിഷമം അല്ലെങ്കിൽ വേദന അനുഭവപ്പെടില്ല. അങ്ങനെ അനുഭവപ്പെടാതിരിക്കുന്നത് സത്യത്രേതാ യുഗങ്ങളിലാണ്. ആ സമയത്തെയാണ് അമരപുരി എന്ന് പറയുന്നത്. നാം അമരരായി തീരുന്നു. ലോകത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ആരെയും അമരരാക്കി മാറ്റുന്നില്ല. എന്നാൽ ബാബയുടെ ഇൻഷുറൻസ് കമ്പനിയിൽ തിരിച്ചു മടക്കും വളരെയധികമുണ്ട്. നാം അമരരും ആയിത്തീരുന്നു. ഈ സംഗമയുഗത്തിൽ മാത്രമാണ് ബാബയുടെ ഇൻഷുറൻസ് കമ്പനി ഉള്ളത്. പിന്നെ സത്യത്രേതാ യുഗങ്ങളിൽ ഉണ്ടായിരിക്കില്ല. ദ്വാപര കലിയുഗങ്ങളുടെ അവസാനമായിരിക്കും ലോകത്തിൽ പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ വരിക. അപ്പോൾ ബാബയുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മളെല്ലാം ഇൻഷുർ ചെയ്ത് നാം ഒരിക്കലും മരിക്കില്ല എന്ന ലഹരിയിലിരിക്കണം. നാം അമരരായി തീരുകയാണ്. ഗീതം: ഇന്നാരാണ് രാവിലെ വന്നിരിക്കുന്നത്? ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1.
അന്തർമുഖരായി തൻ്റെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ്. എൻ്റെ സഹോദരന് ബാബയുടെ സന്ദേശം നൽകുന്നു. ഇങ്ങനെ ആത്മാഭിമാനിയാകുന്നതിൻ്റെ ഗുപ്ത പരിശ്രമം ചെയ്യണം. 2. ആത്മീയ സേവനത്തിൽ താൽപ്പര്യം വയ്ക്കണം. തനിക്ക് സമാനമാക്കുന്നതിന് പരിശ്രമിക്കണം. സംഘദോഷം വളരെ മോശമാണ്. ഇതിൽ നിന്ന് സ്വയം സൂക്ഷിക്കണം. തലതിരിഞ്ഞ ഭക്ഷണ പാനീയങ്ങളുടെ ശീലം ഉണ്ടാക്കരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം അന്തർമുഖിയായി ആത്മാവാണ് എന്ന പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആത്മാവാണ്, ജ്യോതിബിന്ദുവാണ്, മുന്നിലുള്ളതും ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിൻ്റെ സഹോദരാത്മാവാണ്. അവർക്ക് ഞാൻ ബാബയുടെ സന്ദേശം കൊടുക്കുന്നു എന്ന് എല്ലായ്പ്പോഴും അഭ്യസിച്ചുകൊണ്ടിരിക്കണം. ആത്മാഭിമാനിയാകുന്നതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിനായി ഗുപ്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. 2ാമത്തെ പോയിൻ്റാണ്, ആത്മീയ സേവനത്തിൽ താൽപ്പര്യമുണ്ടായിരിക്കണം. സേവനത്തിലൂടെ ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. നാം സ്വയം ഉയർന്നുകൊണ്ടിരിക്കണം. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കുന്നതിന് തീർച്ചയായും പരിശ്രമിക്കണം. എന്നാൽ ശ്രദ്ധിക്കണം, മോശമായ കൂട്ടുകെട്ട് വളരെ സൂക്ഷിക്കണം. ഒരിക്കലും മോശമായ കൂട്ടുകെട്ടിൽ പെട്ടുപോകരുത്. തലതിരിഞ്ഞ മോശമായ തെറ്റായ ഭക്ഷണ രീതിയൊന്നും ഉണ്ടാക്കിയെടുക്കരുത്. അത് ശീലിക്കരുത്. വരദാനം: വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിൽ സദാ ബിസിയായിരിക്കുന്ന വിശ്വത്തിൻ്റെ ആധാരമൂർത്തരായി ഭവിക്കട്ടെ. വിശ്വമംഗളകാരി കുട്ടികൾ സ്വപ്നത്തിൽ പോലും വെറുതെ ഇരിക്കുക സാധ്യമല്ല. ആര് ദിനരാത്രം സേവനത്തിൽ ബിസിയായിരിക്കുന്നുവോ അവരുടെ സ്വപ്നത്തിലും പല പുതിയ പുതിയ കാര്യങ്ങളും സേവനത്തിൻ്റെ പ്ലാനും രീതിയും കാണപ്പെടും. അവർ സേവനത്തിൽ ബിസിയായിരിക്കുന്നത് കാരണം തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ വ്യർത്ഥത്തിൽ നിന്നും മറ്റുള്ളവരുടെയും വ്യർത്ഥത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അവരുടെ മുന്നിൽ പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ ആത്മാക്കൾ സദാ ഇമർജായിരിക്കുന്നു. അവരിൽ അല്പം പോലും അശ്രദ്ധ ഉണ്ടാകുക സാധ്യമല്ല. ഇങ്ങനെ സേവാധാരി കുട്ടികൾക്ക് ആധാരമൂർത്തരാകട്ടെ എന്ന വരദാനം പ്രാപ്തമാകുന്നു. ആരാണോ ശരീരം, മനസ്സ്, ധനം, മനസാ വാച കർമ്മണ സേവനത്തിൽ ബിസിയായിരിക്കുന്നത്, വിശ്വമംഗളത്തിൽ ബിസിയായിരിക്കുന്നത്, അവർ സ്വപ്നത്തിൽ പോലും ഫ്രീ ആയിരിക്കില്ല. അവർക്ക് സ്വപ്നത്തിലും പല പുതിയ പുതിയ കാര്യങ്ങളും സേവനത്തിൻ്റെ രീതിയും സേവനത്തിൻ്റെ പ്ലാനും കാണപ്പെട്ടുകൊണ്ടിരിക്കും. അവർ സേവനത്തിൽ ബിസിയായിരിക്കുന്നത് കാരണം പുരുഷാർത്ഥത്തിൽ വരാൻ സാധ്യതയുള്ള വ്യർത്ഥമോ അല്ലെങ്കിൽ മറ്റുള്ള ആത്മാക്കളുടെ വ്യർത്ഥമോ അവർക്ക് അനുഭവപ്പെടില്ല. അവർ ആ ഒരു കാര്യത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. അവരുടെ കൺമുന്നിൽ വിശ്വത്തിലെ എല്ലാ ആത്മാക്കളും സദാ ഇമർജായിരിക്കും. ഇവരുടെ സേവനം എനിക്ക് ചെയ്യണം എന്നത് എപ്പോഴും അവർക്ക് ഓർമ്മയുണ്ടാകും. അവരൊരിക്കലും അശ്രദ്ധരാകില്ല. ഇങ്ങനെയുള്ള സേവാധാരി കുട്ടികൾക്കാണ് ബാബയിൽ നിന്ന് ആധാരമൂർത്തായിരിക്കട്ടെ എന്ന വരദാനം പ്രാപ്തമാകുന്നത്. ഇങ്ങനെയുള്ള ആത്മാക്കളാണ് വിശ്വത്തിൻ്റെ തന്നെ ആധാരമൂർത്തർ ആകുന്നത്. സ്ലോഗൻ: സംഗമയുഗത്തിലെ ഓരോ സെക്കൻഡും വർഷങ്ങൾക്ക് സമാനമാണ്. ഇതിനാൽ അശ്രദ്ധയിൽ സമയം നഷ്ടപ്പെടുത്തരുത്. ഓം ശാന്തി.